പത്തനംതിട്ടയിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടെ പഠിക്കുന്ന 10 ആൺകുട്ടികൾക്കെതിരെ പീഡന പരാതി കൊടുത്ത്. സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഇന്ന് ആ ന്യൂസിന്റെ മൊത്തം സത്യാവസ്ഥയും വൈദ്യപരിശോധനയും പോലീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടി ആക്ച്വലി ഫേക്ക് റേപ്പ് കേസ് കൊടുത്തതാണ്. പക്ഷേ ഈ കുട്ടിക്ക് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയായിട്ട് ഒരു ലവ് സ്റ്റോറി ലൈക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയപ്പോൾ ഇതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ കുട്ടി നേരെ എന്ത് ചെയ്ത് പോയി റേപ്പ് കേസ് കൊടുത്തു ഈ 10 ആണുങ്ങൾക്കെതിരെ. അപ്പൊ ഇവിടെ നിന്ന് ആലോചിക്കണം, ഈ ഫേക്ക് റേപ്പ് കേസ് ആക്ച്വലി വരുന്നത് വെച്ചാൽ 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ പ്രായത്തിൽ തന്നെ 10 ആണുങ്ങൾക്കെതിരെ ഫേക്കായ റേപ്പ് കേസ് കൊടുക്കുന്നത്. ഈ കുട്ടീനൊക്കെ ഒരു മനോഭാവം ഒന്ന് വളർന്നു വരുമ്പോൾ എന്താവും എന്നുള്ളത് ദൈവത്തിനറിയാം. ഇനി വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഫേക്ക് റേപ്പ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭയങ്കരമായുള്ള ഫേക്ക് റേപ്പ് കേസുകളുണ്ട്. ഇതിന്റെ കണക്ക് കൃത്യം വരുന്നത് 2013-14 ഡൽഹി വുമൻസ് കമ്മീഷന്റെ റിപ്പോർട്ടാണ്. അവരെടുത്തുള്ള കേസുകളിൽ ഏകദേശം 52%-53% കേസുകൾ ഫേക്ക് ആണെന്നുള്ളത്. പിന്നെ അവർ കണക്കെടുപ്പിന് നിന്നിട്ടില്ല. പൊതുവേ നമ്മൾ പറയുന്ന 15-20% വരെ റേപ്പ് കേസുകൾ ഫേക്ക് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിൽ റേപ്പ് ലോസ് ആക്ച്വലി ജനറൽ ന്യൂട്രൽ അല്ല. ഇവിടെ ആണുങ്ങൾക്ക് റേപ്പ് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പെണ്ണ് റേപ്പ് ചെയ്യില്ല എന്നാണ് കോടതി വരെ കാണുന്നത്. ഇവിടെ ആക്ച്വലി 2013 പാർലമെന്റ് റേപ്പ് ലോ ജനറൽ ന്യൂട്രൽ വെച്ചാൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് റേപ്പ് കേസ് ഫയൽ ചെയ്യാം, ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനും റേപ്പ് കേസ് ഫയൽ ചെയ്യാന്നുള്ള രീതിയിൽ നിയമം മാറ്റാൻ നിന്നപ്പം ഈ പറഞ്ഞ പോലെ പാർലമെന്റിന്റെ മുന്നിൽ ഇതൊരു വുമൻസ് ഡേന്റെ സമയത്തായിരുന്നു. അപ്പോൾ ഈ പാർലമെന്റിന്റെ മുന്നിൽ സകല ഫെമിനിസ്റ്റുകളും വനിതാ ഓർഗനൈസേഷനും സകലമായ പെണ്ണുങ്ങൾ എല്ലാം കൂടി പോയി സമരം നടത്തി ലാസ്റ്റ് പാർലമെന്റ് തൽക്കാലം അതെടുത്ത് മാറ്റി വെച്ചിരിക്കുക ഫയൽ. അല്ലെങ്കിൽ അന്നേ ജനറൽ ന്യൂട്രൽ ആയാണ് ഇന്ത്യയിലെ റേപ്പ് ലോ. അന്ന് ജനറൽ ന്യൂട്രൽ ആയിരുന്നെങ്കിൽ ഇന്ന് ആക്ച്വലി സിസ്റ്റം എല്ലാം മെച്ചപ്പെട്ട് കൂടുതൽ അന്വേഷണ രീതികളും കൂടുതൽ ഫോറൻസിക് പല കാര്യങ്ങളും ഡെവലപ്പായി പെർഫെക്റ്റ് വേയിൽ നിന്ന് പോയാലേ. ഒരു വുമണ് പൊസിഷനും പവറും പല കാര്യവും ഉണ്ടെങ്കിൽ ആണിന് ഒരു ശക്തി മാത്രം എന്നുള്ള കാര്യമൊന്നും പോയി, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ പൊസിഷനും പവറും ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ആണിനെ താക്കാം. അപ്പൊ ആണിന്റെ കാര്യത്തിൽ ഒരു പെണ്ണ് ഒരു സിപ്പ് ബിയർ കുടിച്ചാൽ പോലും പിന്നെ ഉണ്ടാവുന്ന സെക്സിനെ റേപ്പായിട്ട് കോടതി കണക്കാക്കുന്നത്. അത് മാത്രമല്ല കുറെ കാലം ഒരുമിച്ച് താമസിച്ച് പിന്നെ പിരിയുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. അപ്പൊ ഓൾറെഡി ഇവിടെ റേപ്പ് ലോസ് ജനറൽ ന്യൂട്രൽ അല്ല. പക്ഷെ നമ്മൾ US UK നോക്കി കഴിഞ്ഞാൽ ഈ റേപ്പ് ലോസ് ജനറൽ ന്യൂട്രൽ. അവിടെ ആണും റേപ്പ് കേസ് ഫയൽ ചെയ്യുക, പെണ്ണിനും റേപ്പ് കേസ് ഫയൽ ചെയ്യുക. അപ്പൊ കൃത്യമായി കൗണ്ടർ കേസുകൾ ഉണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഓൾറെഡി റേപ്പ് നിയമങ്ങൾ ജനറൽ ന്യൂട്രൽ അല്ല. അതിനിടയിൽ കൂടെയാണ് ഈ ഫേക്ക് റേപ്പ് കേസ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു പെണ്ണ് അനാവശ്യമായ ഒരു ആണിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂള് പോലെ എടുക്കുക. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ആണിനെ കൊടുക്കണമെങ്കിൽ ഒരു റേപ്പ് കേസ് ഫയൽ ചെയ്താൽ മതി. ഈ ആണ് പിന്നെ നാറി അവന്റെ ഫോട്ടോ വന്ന് ഇൻഫ്ലുവൻഷ്യലായ ആളൊക്കെയാണെങ്കിൽ നമുക്കത് തെളിയിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എല്ലാത്ത ആളാണ് ജയിലിൽ പോയി. ഇവിടെ ഈ അടുത്താണ് ഒരു പുള്ളി റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി എന്ന കേസിൽ ജയിലിൽ പോയി കിടന്നത്. DNA റിസൾട്ട് വന്നപ്പം ഇവനല്ല ആക്ച്വലി ഗർഭിണിയാക്കിയത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ ജയിലിൽ കിടന്നത്. ഇവിടെ ഈ ഫേക്ക് റേപ്പ് കേസ് ഒരു പ്രശ്നമാണ്. ഇപ്പൊ ശിക്ഷ ഭയങ്കര കഠിനമാക്കുക. അപ്പോൾ ചെറിയ ശിക്ഷകളാണ് കൊടുക്കുന്നത്. അത് കഠിനമാക്കി ശിക്ഷ ഒന്ന് കൂട്ടിയാൽ തന്നെ ആക്ച്വലി ഒരു സീരിയസ്നെസ് ഉണ്ടാവും. അല്ലെങ്കിൽ റേപ്പ് ലോ ജനറൽ ന്യൂട്രൽ ആക്കുക. പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ടായി അവിടെ പോയി റേപ്പ് കേസ് കൊടുക്കും. അതുപോലെ തന്നെ കൂടെ ഒരുമിച്ച് താമസിച്ച് ബ്രേക്കപ്പ് ആവും, ആ ദേഷ്യം തീർക്കാൻ വേണ്ടി പെണ്ണ് പോയി ഇതുപോലെ ഫേക്ക് റേപ്പ് കേസ് കൊടുക്കും. സോ ഇതൊരു ടൂളായി ഉപയോഗിക്കുമ്പോൾ ഇതിനെതിരെ ഒരു പ്രതിവിധി നിയമം കണ്ടെത്തണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഏതൊരാണിനും ചുമ്മാ കൊടുക്കാൻ പറ്റും റേപ്പ് കേസ് കൊടുത്തിട്ട്. നിങ്ങൾ പോക്സോ എടുത്താൽ തന്നെ ഒരു 16 വയസ്സുള്ള പെൺകുട്ടി 13 വയസ്സുള്ള ആൺകുട്ടീനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ 13 വയസ്സുള്ള ആൺകുട്ടിക്കാരെ കേസ് എടുക്കും. കാരണം പെണ്ണ് റേപ്പ് ചെയ്യില്ല എന്നാണ് കോടതി കാണുന്നത്.